ഇന്ന് നമ്മുടെ വീട്ടിലെ മത്ത കൃഷിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ഞാൻ വേസ്റ്റ് കൊണ്ടിട്ടപ്പോൾ അതിൻ്റെ ആ കുരുവിൽ നിന്ന് കിളിച്ച് വന്നതാണ്. അല്ലാതെ ഞാൻ പാകിയിട്ടോ അങ്ങനെയൊന്നും കിളിച്ചല്ല കേട്ടോ. ഇത് കുറേ നാളിങ്ങോട്ട് ഓരോന്ന് കിളിക്കും, ചീത്തയാവും, പോവും, അങ്ങനെ ഒരു സംഭവമായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്രാവശ്യം ഇത് നന്നായിട്ട് പിടിച്ചിട്ട് നല്ല പടർന്ന് കിടക്കുവാണ് കേട്ടോ. നല്ല ഒരുപാട് ഇലകളുണ്ട്. ഞാൻ ഇതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ച് പറിച്ചെടുത്തിട്ട് നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ട് മത്തയില തോരനൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം മത്തങ്ങ പിടിക്കുന്നത് കാത്തിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഇതാ ഈ കുട്ടി സംഭവം വന്നിട്ട് അതെന്തോ ചീത്തയാവുന്ന മാതിരി ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ട് ചീത്തയായി പോവായിരിക്കാം. നമ്മൾ കിളിക്കുമ്പോഴേ എന്തായാലും ആ ഒരു യെല്ലോ കളറല്ല. ഇത് എന്തൊക്കെയോ ചെള്ളു കുത്തിയോ അങ്ങനെ എന്തൊക്കെയോ ചീത്തയായി പോയേക്കുവാണ്. കണ്ടോ, എനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടോ. ഞാൻ ഇതിൽ മത്തങ്ങ പിടിക്കുന്നതും കാത്ത് എപ്പോഴും ഞാൻ പോയി നോക്കും. ഓരോ പൂ ഉണ്ടാകുമ്പോഴും നോക്കും. അത് വാടി ഏകദേശം സെറ്റ് ആകുമ്പോഴല്ലേ കായ് നന്നായിട്ട് വരുന്നത്. അപ്പം എനിക്കിതുവരെയും കിട്ടിയിട്ടില്ല. കണ്ട ഈ രണ്ടെണ്ണേ ഉള്ളായിരുന്നു കേട്ടോ. ആ രണ്ടും കൊള്ളൂലായിരുന്നു. പിന്നെ ഇതൊരുപാട് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ഇലയുണ്ട്. പിന്നെ നമ്മുടെ മേപ്പോട്ട് നിൽക്കുന്ന ഇലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മണ്ണിൽ നിൽക്കുന്നതാണ് കേട്ടോ. മണ്ണെന്ന് വെച്ചാൽ നല്ല മണ്ണിപ്പോൾ എടുത്തിട്ട് ആ ഭാഗം ഫുള്ള് ഈ മഴയല്ലേ ഈ ഒരു സമയം, ആ മഴയത്ത് വന്നിട്ട് ഇങ്ങനെ മണ്ണ് വന്ന് വീണ് ഒരു പരുവായിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് നിന്നൊക്കെ നമുക്ക് എടുക്കാൻ ഭയങ്കര പാടാണ്. അഥവാ ഞാൻ എടുക്കുവാണെങ്കിൽ തന്നെയും ഒരുപാട് മണ്ണ് പതുങ്ങി കിടക്കുന്നതൊന്നും എടുക്കത്തില്ല. കുറച്ചൊക്കെ അതിൻ്റെ മണ്ടഭാഗം പൊട്ടിച്ചെടുക്കും. പിന്നെ നന്നായിട്ട് കുറേ വെള്ളം കഴുകി സെറ്റാക്കിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.